നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിക് റിമൈൻഡേഴ്സ് ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങണം. നമ്മൾ എന്താണ് ശരിക്കും ഇതിൽ നിന്ന് ബാക്കോട്ടേക്ക് വലിക്കുന്നത്? ആരെങ്കിലും നമ്മളെ പഴഞ്ചൻ തന്തോയിബ എന്ന് വിളിക്കുന്നതാണോ? അപ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കുക, നമ്മൾ ആരെ പ്രീതിയാണ് നമ്മൾ ശരിക്കും നമുക്ക് വേണ്ടത് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ആണോ, അല്ലെങ്കിൽ ഇവിടെയുള്ള നാട്ടിലെ റാൻഡം ആൾക്കാരാണോ, ഓന് അതാണ്, ഓന് എക്സ്ട്രീമിസ്റ്റ് ആണ് എന്ന് പറയുന്ന ആ ചെറിയ വാക്കുകളാണ് നമ്മൾ പേടി. നമ്മൾ ഇന്ന് ആലോചിക്കുക, സുബ്ഹാനല്ലാഹ്, ഇന്ന് നമുക്കൊരു ഫോൺ എടുത്തിട്ട് AC റൂമിൽ ഇരുന്നിട്ട് ഒരു ക്ലിക്ക് ചെയ്താൽ ലോകത്തുള്ള എല്ലാ അറ്റത്തേക്കും നമ്മൾ പറയുന്ന മെസ്സേജ് എത്തും. എന്നിട്ടും നമുക്കത് പറ്റുന്നില്ലെങ്കിൽ നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും എന്താ പറയാന്നുള്ളത് നമ്മൾ ആലോചിച്ച് വെക്കുക. അള്ളാഹ് എനിക്ക് ദീന് എല്ലാം മനസ്സിലായി, എന്നിട്ട് ഞാൻ എന്താക്കി ഇതായിരിക്കും പറഞ്ഞു കണ്ട് എൻ്റെ അടുത്ത് തന്നെ ഒളിപ്പിച്ചു. അള്ളാഹ് എന്താണെന്ന് റീസൺ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക, എനിക്ക് ഇയാളെ പേടിയാണ്, അയാൾ എന്നെ ചിലപ്പം ദീനി അല്ലെങ്കിൽ പഴഞ്ചൻ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയല്ലോ, അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഇത്രയും വലിയൊരു ഹക്ക് സത്യം മനസ്സിലായിട്ട് ഞാനത് ഒളിപ്പിച്ചു വെച്ച് എന്നാണ് നിങ്ങൾ പറയാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, അതായത് ഇന്നത്തെ കാലത്ത് ഓരോ ആളും ദഅവത്ത് ചെയ്യാന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, എത്ര ചെറുതാണ് റേഷ്യോ എന്നുള്ളത്. കറക്റ്റ് മൻഹജിൽ ദീന് ഫോളോ ചെയ്യുന്ന, കറക്റ്റ് നിസ്കരിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളെ ഫ്രണ്ട് ഗ്രൂപ്പ് എടുത്ത് നോക്കുക, എത്ര ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. എന്നിട്ടും നമുക്കിത് മനസ്സിലായിട്ട് നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ആരത് ചെയ്യാം?